പാനൂരിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ബോംബ് നിർമ്മിക്കാൻ പാർട്ടി പ്രവർത്തകർ മുന്നോട്ട് വന്ന എന്തിനാണ്? ആരെ ആക്രമിക്കാനാണ്? വ്യാപകമായ അക്രമം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു പാനൂരിലെ ബോംബ് നിർമ്മാണം. അത് എല്ലാവർക്കും ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. സിദ്ധാർത്ഥന്റെ കൊലപാതകം ഒരു സാധാരണ പാവപ്പെട്ട കുടുംബത്തിലെ ഒരു വിദ്യാർത്ഥിയെ SFI ഒരു ആൾക്കൂട്ട കൊലപാതകം നടത്തി കൊന്ന സംഭവം കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ചതാണ്. അപ്പോൾ അഴിമതിയും അക്രമവും മാത്രമാണ് ഇടതുമുന്നണിയുടെ മുഖമുദ്ര, അല്ലാതെ ഇവർക്ക് പറയാൻ മറ്റൊന്നുമില്ല. ഞാൻ വർഷങ്ങളായി വിവിധ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോകുന്ന ഒരാളാണ്. ഇടതുപക്ഷത്തിന്റെ പ്രചാരണ വേദികൾ ഇത്രയും ശുഷ്കമായി ഞങ്ങളാരും കണ്ടിട്ടില്ല. മുഖ്യമന്ത്രിയുടെ വേദിയിൽ മുഖ്യമന്ത്രിയെ പേടിച്ച് ആളുകളെ കൊണ്ട് നിർത്തുന്നു എന്നുള്ളതല്ലാതെ CPMന്റെ വേദികളിൽ ആളുകളുടെ എണ്ണം വളരെ ശുഷ്കമാണ്, ആളുകളില്ല എന്നുള്ളതാണ് സത്യം. മൈക്ക് പോലും മുഖ്യമന്ത്രിയോട് പ്രതിഷേധിക്കുകയാണ്. അദ്ദേഹം പ്രസംഗിക്കാൻ എവിടെ ചെന്നാലും മൈക്ക് തന്നെ പ്രതിഷേധിക്കുന്ന സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ മൈക്ക് പ്രതിഷേധിക്കുന്നു. ഒരിടത്തല്ല, ഇന്ന് തൃശ്ശൂരിലും പ്രതിഷേധിച്ചു. അപ്പം അതൊരു ഫിനോമിനനായി മാറിയിരിക്കുകയാണ്. മൈക്കിന് പോലും മുഖ്യമന്ത്രിയോടുള്ള പ്രതിഷേധം വളരെ ശക്തമാണ്. ചിലപ്പോൾ അദ്ദേഹം തന്നെ മൈക്ക് ഒടിച്ചിടും. അത് കണ്ട് ഘടകകക്ഷി നേതാക്കന്മാർ ചെന്ന് മൈക്ക് നന്നാക്കും. ഇപ്പം ജോസ് കെ മാണിക്കുള്ള ഏക ജോലി ഇപ്പം അതാണ്, മൈക്ക് നന്നാക്കുക എന്നുള്ളതാണ്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തിന് സൽബുദ്ധി ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെ മൈക്ക് റിപ്പയറിംഗ് ജോലിയൊക്കെ LDFൽ ലഭിക്കുന്ന ഏക പാരിതോഷികമാണ്, അല്ലാണ്ട് അവർക്ക് പ്രത്യേകിച്ച് മെച്ചമൊന്നും കിട്ടാൻ പോകുന്നില്ല. ഏതായാലും മൈക്ക് നന്നാക്കാൻ പോകാത്ത മറ്റൊരാളുണ്ട്, ബിനോയ് വിശ്വം. പക്ഷെ അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നത് CPIയും കേരള കോൺഗ്രസ് എമ്മും തമ്മിലുള്ള രാജ്യസഭാ തർക്കമാണ്.